ലക്ഷ്മി വായിച്ച കഥ പറഞ്ഞു കൊടുക്കൂ. ചന്ദ്രവല്ലി എന്നുള്ളൊരു പൂക്കടക്കാരി ഉണ്ടായിരുന്നു. അവരെന്നും കച്ചവടത്തിന് പോകുമ്പോൾ ഒരു കവി ഉണ്ടായിരുന്നു. ത്രയംബകൻ ചന്ദ്രവല്ലിയെ കാണുമ്പോഴത്തേക്കും പറഞ്ഞു, ഈ പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് ഹൃദയം കൂടെ അലങ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും. അത് ഏറ്റെണ്ണ എന്ന് ചന്ദ്രവല്ലി പറയും. അപ്പോൾ അതുവഴി വന്ന ഒരു ബൈക്ക് ത്രയംബകൻ ഇടിച്ച് ത്രയംബകൻ ഡുണ്ടുബി എന്ന് പറഞ്ഞ ഒരു കൊക്കയിലോട്ട് മറിഞ്ഞ് വീഴുക ചെയ്യുന്നത്. അങ്ങോട്ട് വീണ ഒരു വള്ളിയിൽ പിടിച്ച് മേളിൽ കയറുമ്പോഴത്തേക്കും ആദ്യം ഒരു ബൈക്ക് ഇടിച്ചു, പിന്നെ ഒരു സ്കൂട്ടർ ഇടിച്ച് പിന്നെയും കൊക്കയിലോട്ട് തന്നെ വീഴും. ഓക്കെ, അത് കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് മേലോട്ട് വരുമ്പോഴത്തേക്കും ചന്ദ്രവല്ലി ഓടിച്ചെന്ന് ഈ ത്രയംബകനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ബാലൻസ് തെറ്റി മൂന്നാമതും ഡുണ്ടുബി കൊക്കയിലോട്ട് ത്രയംബകൻ വീഴും. ത്രയംബകൻ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പൂക്കച്ചവടം തുടങ്ങുന്നതിന് മുന്നേ ഒരു പൂ എടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് പൂക്കച്ചവടം ചന്ദ്രവല്ലി തുടങ്ങുന്നത്. ഇതാണ് സ്റ്റോറി. ഇത് അടുത്ത ആൾക്കും പറഞ്ഞു കൊടുക്കാം. ഒരിടത്തൊരു ത്രയംബകൻ ചന്ദ്രവല്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം ത്രയംബകൻ എന്ന് പറഞ്ഞ ആള് പൂ വെക്കാൻ എപ്പോഴും പോകും. അപ്പൊ ഒരു ദിവസം ത്രയംബകൻ എന്താക്കി കുയിൽ ചാടി വേണ്ടിട്ട് ചന്ദ്രവല്ലി വരും. ത്രയംബരൻ പൂ വിൽക്കുന്ന ഒരാളാണ്. മലയുടെ മേലെയാണ് ഡെഡ് ബോഡി വെച്ചത്. എപ്പോഴും ത്രയംബകനെ കാണാൻ വേണ്ടിട്ട് പോകുന്ന വഴിക്ക് ഒരു കുണ്ടിൽ വീണ് ത്രയംബകൻ മരിച്ചു. എപ്പോഴും പൂക്കൊക്കെ ആയിട്ട് മലയിൽ പോയി ഇരിക്കാൻ. ആ മലയുടെ മുകളിൽ അവിടെ കൊണ്ട് അടക്കം ചെയ്തത്. ത്രയംബകൻ ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ട് ലവേഴ്സ് ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി ചന്ദ്രമതി ഒരു മലയുടെ മുകളിൽ കൊണ്ട് കുഴിച്ചിട്ടു. ഒരു ദിവസം അവര് ഒരു യാത്ര പോയി. ചന്ദ്രമതി മരണപ്പെട്ടു. ത്രയംബകന് ഭയങ്കര വിഷമമായി. ത്രയംബകൻ ഒറ്റപ്പെടുകയുണ്ടായി. ഷാനവാസ് എന്ത് സ്റ്റോറിയാ പറഞ്ഞിട്ട് പോയത്? ത്രയംബകനും ചന്ദ്രമതിക്കും ഒരു ആൺകുട്ടി ജനിച്ചു. ആൺകുട്ടി മരിച്ചുപോയതിന്റെ സങ്കടത്തില് ത്രയംബകനും ചന്ദ്രമതിയും കാട്ടിൽ കൂടിയിട്ട് യാത്ര, കാട്ടില് ഫോറസ്റ്റ്, കാട്ടിൽ കൂടി യാത്ര പോയി. ആ സങ്കടത്തില് പെണ്ണിന്റെ പേര് പറഞ്ഞു. പെണ്ണിന്റെ പേരെന്താണ്? ത്രയംബകേനും ഏതോ ഒരു പെണ്ണിന്റെ ആൺകുട്ടി ജനിച്ചു. ആൺകുട്ടി ചത്തുപോയി. അവർ കാട്ടിലേക്ക് പോയി. പിന്നെ ത്രയംബകീനു പെൺപിള്ളയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി. കാട്ടി പോയി ആ കുട്ടി ചത്തുപോയി. ത്രയംബകീണു പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി കാട്ടി പോയി ചത്തുപോയി. ത്രയംബകീണു പെൺപിള്ളയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി, അത് ചത്തുപോയി. ജിഷൻ കേട്ട കഥ എന്ന് അവരോട് പറയൂ. ത്രയംബകേനു പെണ്ണുമ്പിള്ളക്ക് ഒരു കുട്ടി ഉണ്ടായി, അത് ചത്തുപോയി.